ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗരങ്ങളെ, വലിയൊരു അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് നമുക്കിന്ന് പൂർത്തിയാക്കാൻ പറ്റിയത്. പുതുഞായർ നമ്മൾ ആഘോഷിച്ചു. ഈശോയുടെ കരുണയുടെ തിരുനാൾ നമ്മൾ ആഘോഷിച്ചു. സമാധാനമായിട്ട് ശാന്തമായിട്ട് ഇന്ന് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. ഇന്ന് ബലിയർപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു. കർത്താവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇടവക ദേവാലയത്തിൽ നിങ്ങളായിരിക്കുന്ന ദേശങ്ങളിലൊക്കെ ബലിയർപ്പിക്കാൻ സാധിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കരുണക്കൊന്തയൊക്കെ ചെല്ലിയായിരുന്നോ? എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ? ഇന്നലെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു, കരുണക്കൊന്തയിൽ എന്നെയും കൂടെ ഒന്ന് ഓർക്കണമെന്ന്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ ബലിയർപ്പണത്തിൽ പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് വലിയൊരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഈ കരുണയുടെ ദിവസം ഇത് ആഘോഷിച്ചതിൻ്റെ പേരിൽ കർത്താവ് വലിയൊരു അനുഗ്രഹം തരട്ടെ, എനിക്കും തരട്ടെ. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. നമുക്കിന്ന് തോമസ് ലേയെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ നമ്മൾ വചനപ്രഘോഷണത്തിൽ കൂടെയൊക്കെ കേട്ട് കാണുമല്ലോ. എൻ്റെ പള്ളിയിലെ പേര്, മാമോദീസ പേര് തോമസ് എന്നാണ്. ജൂലൈ 3 നിങ്ങൾ വിഷയം മറന്നെങ്കിൽ കേട്ടോ. തോമസ് സ്ലീഹായെ ഞാൻ അങ്ങനെ എൻ്റെ പ്രസംഗങ്ങളിലൊന്നും അധികം പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ കൂടുതലും ഇങ്ങനെ യോഹന്നാൻ സ്ലീഹായെയും പൗലോസ് സ്ലീഹയാണ് പേഴ്സണലി എൻ്റെ പ്രസംഗങ്ങളൊക്കെ കൂടുതലും കോട്ട് ചെയ്തേക്കുന്നതാണ് എൻ്റെ ഓർമ്മ. തോമസ് സ്ലീഹയെ കുറിച്ച് ചിന്തിക്കുമ്പോഴേ നമ്മളിങ്ങനെ ഈ ഡൗട്ടിങ് തോമസ്, ഈശോയെ ഇങ്ങനെ ഇല്ലെങ്കിൽ സംശയിച്ചു എന്നൊക്കെ പറയുന്നില്ലേ, ചുമ്മാ സംശയത്തിൻ്റെ ഒന്നല്ലേ. നമ്മൾ ചുമ്മാ നമ്മുടെ പ്രിയപ്പെട്ട തോമസ് സ്ലീഹാനെ അങ്ങനെ താഴോട്ട് വലിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു സംശയത്തിൻ്റെ അല്ല, അതികഠിനമായ ഒരു വിശ്വാസം ഉണ്ടായിരുന്ന ഒരാളെന്ന് എനിക്ക് എപ്പോഴും പേഴ്സണലി തോന്നുന്നത്. എന്താണെന്നറിയോ, ഇപ്പം ഇങ്ങനെ പറഞ്ഞില്ലേ, ശിഷ്യന്മാരൊക്കെ പറഞ്ഞു ഈശോ വന്നു, ഞങ്ങൾ കണ്ടു. അപ്പോൾ തോമസ് ലേ പറയുന്നുണ്ട്, കാണാണ്ടൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ലെന്ന്. ചിലപ്പോൾ അതിങ്ങനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്ത് കേട്ടിട്ടുണ്ട്. അതായത് തോമസ് ലേ വിശ്വസിച്ചില്ല, ഇനി കാണാണ്ടൊക്കെ വിശ്വസിക്കുന്നോ, ഈശോ പോലും കുറ്റം പറഞ്ഞില്ലേ, കണ്ടാലേ നീ വിശ്വസിക്കുള്ളൂ, കാണാതെ വിശ്വസിക്കുന്നവരാണ് അടിപൊളി, അവരാണ് മിടുക്കന്മാര്, അപ്പോൾ തോമസ് ലേക്ക് മോശമായി പോയോ? അങ്ങനെയൊന്നും അല്ല. എനിക്ക് തോന്നുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തോമസ് ലേക്ക് അതികഠിനമായ ഒരു വിശ്വാസമായിരുന്നു. എന്താണെന്നറിയോ, ഞാൻ വാശി പിടിച്ചാൽ എന്നെ കാണാൻ വേണ്ടി, എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഈശോ വരുമെന്ന് ഒരു വല്ലാത്ത വിശ്വാസം തോമസിലേക്ക് ഉണ്ടായിരുന്നു. മുറിവ് കാണണമെന്നോ, കണ്ടാലേ ഞാൻ വിശ്വസിക്കുള്ളൂ, അതൊന്നും അല്ല. മുറിവും കാണും, എന്നെ കാണാൻ വേണ്ടി എൻ്റെ ഈശോ വരും എന്നുള്ള ഹൈപ്പർ ലെവൽ വിശ്വാസമായിരുന്നു തോമസിലേക്കുള്ളത്. നമുക്ക് ശരിക്കും വേണ്ടത് അങ്ങനെ ഒരു വിശ്വാസമാണ്. നമ്മൾ കണ്ടിട്ടും വിശ്വസിക്കാത്ത ടീമുകളല്ലേ നമ്മൾ. എത്രയോ അത്ഭുതങ്ങൾ ചുറ്റും നടന്നിട്ട് അതൊക്കെ ചുമ്മാ പറയുന്നതെന്നൊക്കെ പറയുന്നവരല്ലേ നമ്മൾ. എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടും നമ്മൾ പറയുന്നില്ലേ ഈശോയെ കിട്ടുന്നില്ല, ഈശോയുടെ പ്രസൻസ് കിട്ടുന്നില്ല എന്ന് പറയുന്നവരല്ലേ. എല്ലാ ദിവസവും വചനം വായിച്ചിട്ട് കർത്താവ് മിണ്ടുന്നില്ലെന്ന് പറയുന്ന ഭയങ്കര ടീമുകളല്ലേ നമ്മൾ. ഓർത്തുക, തോമസ് ലീഹ നമ്മുടെ മുമ്പിൽ കാണിക്കുന്ന ഒരു വലിയ എക്സാമ്പിളാണ്. ദേ, നീ വിളിച്ചാൽ വരും, നീ വിളിച്ചാൽ വരാവുന്ന അത്ര വലിയ ബന്ധം ഈശോയും നീയും തമ്മിലുണ്ട്. അത് ഉണ്ടാവണം എന്നാണ് തോമസ് ലീഹ പറയുക. എനിക്ക് തോന്നുന്നു ഇന്ന് പുതുഞായർ ആഘോഷിക്കുമ്പോൾ, ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിച്ച ഈ ദിവസം നമ്മുടെ ഉള്ളിലോട്ട് നമ്മൾ ആഗ്രഹിക്കേണ്ട, പ്രത്യേകിച്ച് കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. തോമസ് ലീഹായ്ക്ക് ഉണ്ടായ ഒരു വിശ്വാസം, ഈശോയെ ഞാൻ വിളിച്ചാൽ നീ വരും എന്നുള്ളൊരു വിശ്വാസം, എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഈശോ വരും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് വേണം. അത് നമുക്ക് എല്ലാ കാര്യത്തിലും അതുണ്ടെങ്കിൽ ഒത്തിരി അനുഗ്രഹമായിരിക്കും. ഇപ്പം നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുന്നു, ജോലിക്ക് പോകുന്നു, പഠിക്കാൻ പോകുന്നു, കർത്താവ് എന്നെ സഹായിക്കാൻ വരും. എൻ്റെ കൂടെ 10 പേരുണ്ട്, പക്ഷേ എന്നെ സഹായിക്കാൻ വേണ്ടി എൻ്റെ കർത്താവ് വരുന്നു. ഒരു കുഞ്ഞ് സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കവേ പെട്ടെന്ന് ഓർമ്മ വന്നാണ്. നമ്മുടെ ഈ പരീക്ഷകളൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഒരു കൊച്ചിങ്ങനെ ഫോണിൽ വിളിച്ചിട്ട് സംസാരിച്ചാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സുഹൃത്തിൻ്റെ കുഞ്ഞാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, പരീക്ഷയ്ക്ക് വേണ്ടി. എന്നെ പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചു. പറഞ്ഞു, നമ്മളെല്ലാം പഠിക്കുമ്പോഴൊക്കെ പറയുന്ന പോലെ ഞാൻ പഠിച്ചത് മാത്രം വരാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പഠിച്ചത് മാത്രം വരാൻ വേണ്ടി. നമുക്കറിയാലോ, നമ്മൾ നിഷ്കളങ്കമായിട്ട് നമ്മളും പരീക്ഷയുടെ സമയത്തൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ പഠിച്ചത് മാത്രം വന്നാൽ മതി എന്ന്. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഈ കുഞ്ഞ് പറഞ്ഞ അടുത്തൊരു കാര്യം എന്നെ ഭയങ്കരമായിട്ട് അങ്ങ് അത്ഭുതപ്പെടുത്തി. എന്താണെന്നറിയോ, ഫുൾ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ പഠിച്ച കാര്യങ്ങൾ മാത്രം പരീക്ഷയ്ക്ക് വരണം, എന്നിട്ടോ ഞാൻ പഠിച്ചത് തന്നെ എൻ്റെ കൂട്ടുകാരും പഠിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ പ്രാർത്ഥിക്കണം എന്ന്. അതിൻ്റെ അർത്ഥം പിടികിട്ടിയോ? ഞാൻ പഠിച്ച കാര്യം മാത്രമേ പരീക്ഷയ്ക്ക് വരാവുള്ളൂ, ഞാൻ പഠിച്ചത് തന്നെ എൻ്റെ കൂട്ടുകാരും പഠിക്കണം. എന്തൊരു നിഷ്കളങ്കമായ പ്രാർത്ഥനയാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസം കിടപ്പുണ്ട്. എന്താണെന്നറിയോ, ഇത് ഞാൻ ഒരാളെ പ്രാർത്ഥിക്കുന്നുള്ളെങ്കിലും എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് പരീക്ഷ സഹായിക്കും. അപ്പോൾ എനിക്ക് മാത്രം അത് കിട്ടിയാൽ പോരാ, ബാക്കിയുള്ളവർക്കും കൂടെ അത് കിട്ടണം. തോമസ് ലീഹായ്ക്ക് ഉണ്ടായിരുന്നൊരു വിശ്വാസത്തിൻ്റെ ഒരു കുഞ്ഞു ഫോർമാറ്റ് നമ്മൾ ഈ കുഞ്ഞിൽ കാണുന്നത്. എനിക്ക് വേണ്ടി ഈശോ ഇടപെടുന്നു. 100 പേര് പരീക്ഷ എഴുതുന്നുണ്ട്, പക്ഷേ ഈശോ എനിക്ക് വേണ്ടി ഇറങ്ങി വരും. 100 പേര് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്, എൻ്റെ ഈശോ എനിക്ക് വേണ്ടി ഇടപെടും. തോമസ് ലീഹായ്ക്ക് ഉണ്ടായ ഈ വലിയ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ആ ഒരു ബോധ്യത്തിലല്ലേ തോമസ് ലീഹ പറഞ്ഞേ, എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം. നമ്മുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, തോമസ് ലീഹയുടെ വലിയ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എത്ര പേഴ്സണൽ ടച്ചുള്ളതാന്ന് നോക്ക്. മൈ ഗോഡ്, മൈ ലോഡ്, എൻ്റെ കർത്താവാണ്, എൻ്റെ ദൈവമാണ് എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന അർത്ഥം, ഞാൻ വിളിച്ചാൽ എനിക്ക് വേണ്ടി മാത്രം വരുന്ന ഒരു കർത്താവ് ഉണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ജോലി, പഠന, ശുശ്രൂഷ, നിങ്ങളുടെ കമ്മ്യൂണിറ്റി ലൈഫ്, നിങ്ങളുടെ കുടുംബജീവിതം, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്ക്. നിനക്ക് വേണ്ടി ഇടപെടാൻ കർത്താവ് വരും. നീ വിളിച്ചാൽ വരും. തോമസ് ലീഹ വിളിച്ചപ്പോൾ വന്നില്ലേ?
തോമസ് ലീഗ വാശി പിടിച്ച് പോകുന്നില്ലേ? ഞാൻ വിളിച്ചാലും വരും. അത് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഈ സുഹൃതജപം, നല്ല സുന്ദരമായ സുഹൃതജപമല്ലേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഇതിങ്ങനെ ആവർത്തിച്ച് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുക. തോമാസ് ലീഹായെ പോലെ ഈശോയെ മുറുകെ പിടിക്കാൻ, പോസ്റ്റിനാമയെ പോലെ ഈശോയുടെ സ്വരം കേൾക്കാൻ, കർത്താവിൻ്റെ കരുണ നിറയാൻ, കർത്താവിൻ്റെ സാന്നിധ്യം തന്നെ നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.